And another important thing, okay, this is the really important one, that is the idea of scanf. Okay, അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചിരുന്നു. ഓക്കെ, ഫ്ലോ ചാർട്ട് വരച്ച സമയത്ത് നമ്മൾ പലപ്പോഴും വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് റീഡ് സംതിങ് ലൈക്ക് റീഡ് എ കോമ ബി ഫ്രം ദ യൂസർ. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പ്രോഗ്രാമിലോട്ട് ഒന്നും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് പ്രോഗ്രാം റൺ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല പ്രോഗ്രാമിലോട്ട്. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യണം, പല പ്രോഗ്രാമിൽ നമുക്ക് ഡാറ്റ പ്രോഗ്രാമിലോട്ട് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ സ്കാൻഎഫ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ സ്കാൻഎഫ് ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ തിയറി പറയുന്നതിന് മുമ്പ് ഞാൻ നേരിട്ട് ഒരു പ്രോഗ്രാമിലോട്ട് പോകാം. അവിടെ വെച്ച് നിങ്ങൾക്ക് എന്താണത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ സ്കാൻഎഫ് ഫംഗ്ഷൻ നിങ്ങൾ ഇനി ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും പലരും തെറ്റിക്കാറുള്ള ഒരു ഫംഗ്ഷനാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ. നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് എറർ വന്നാൽ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തും പോലും പലരും അതിന്റെ സിൻടാക്സും എല്ലാം തെറ്റിച്ചിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ let me switch my presentation to online GDP. So this is what you can see. Okay, so I'm writing a simple program so everyone can understand what the program is actually doing. Okay, so suppose that I'm writing the first line. We have it has been quite a long time you people have written some program. Okay, so first line hash include stdio.h. You know what is it used for. Then I'm writing int main. Okay, I'm opening the bracket. Okay, then at the end you will have return 0, and we will include everything that we need before the return 0. Okay. So somebody has raised their hand. Ashwin, anything do you want to say? Or was that by mistake? Ashwin Shaju. Oh, you didn't know what happened. Ashwin? Yes, sir. Okay. Hand raise any issue, or do you want to say something? No, sir. Random, sorry, sir. Okay. Yeah. Okay. Suppose that ഇനി ഞാൻ എഴുതാൻ പോകുന്ന ഓരോ ലൈനും ഞാൻ എഴുതുമ്പോൾ സമയത്ത് നിങ്ങൾ എന്താണ് അതിന് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അറിയാത്ത നിങ്ങൾ ചോദിക്കും. ഓക്കെ, സപ്പോസ് ദാറ്റ് ഐ എം റൈറ്റിംഗ് ഇന്റ് എ. ഓക്കെ, ആൻഡ് ഐ എം റൈറ്റിംഗ് ഫ്ലോട്ട് ബി. ഈ രണ്ട് ലൈനും എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇന്റ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, വിച്ച് ഇസ് ആൻ ഇൻറ്റിജർ. ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, വിച്ച് ഇസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. റൈറ്റ്, നൗ suppose I'm writing a is equal to 10, okay, and I'm writing b equal to 25.25. Here two value I need. Okay, one the integer on the float on. Okay, now what I'm trying to do is I'm writing printf a equal to %t, there is no doubt about it, comma a. Then I'm writing printf b equal to %f. You know why I'm using f. Okay, so everything, each and everything that I'm writing, you should be knowing about it, otherwise you can ask. Okay, so if you have any difficulty in understanding this program right here, then you should have to clear it right away, otherwise it will be very difficult to follow the upcoming chapters. These are the basic things. Okay, so I think okay, so can someone tell me what would be printed on the output? Alan Jiju, can you tell me, Alan, what would be printed on the output? Alan Jiju. Alan? Alan? Okay. Ajit Shaji, Ajit? Yes, sir. Shaji, yeah. Can you tell me what would be printed on the output? Sir, A equal to 10, B equal to 25.25. Okay, A equal to 10, B equal to 25.25. Okay,
So which is a straightforward program. So let me just execute this one so you can just see the answer that exactly said by was it Ajit. Yeah. Now, so നമുക്ക് ഈ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് അറിയാം എയുടെ വാല്യൂ എന്താണ് ബിയുടെ വാല്യൂ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോളേജ് പോർട്ടലോട് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കാറുണ്ട്. അതൊരിക്കലും നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും എഴുതി വെക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ആ നമ്പേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ATM പോയിട്ട് നിങ്ങളിപ്പോൾ ഒരു എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പിൻകോഡ്, അതെല്ലാം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്താണ് നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി റൺ ടൈമിൽ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ we have to take some input from the user, right? So for that purpose we are using a function called scanf. Okay, so it is scan with an f. Okay, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, സ്കാനഫിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ജസ്റ്റ് ലൈക്ക് printf, ഫസ്റ്റ് we will have a control string. കൺട്രോൾ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വേരിയബിൾ ആണ് റീഡ് ചെയ്യുന്നത് അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് വെച്ചാൽ ഞാൻ ഈ ആദ്യം എ എന്ന് പറയുന്ന ഒരു വാല്യൂ റീഡ് ചെയ്യണം. ഓക്കെ, എ എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യുന്ന സമയത്ത് യു നോ എ ഇസ് ആൻ ഇന്റിജർ, സോ യു ജസ്റ്റ് ഗിവ് %d. ഇത് നമ്മൾ സ്ലാഷ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, യു ജസ്റ്റ് റൈറ്റ് %d, നോ നീഡ് ടു റൈറ്റ് ദ സ്ലാഷ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഗിവ് ഇസ്, യു നോ ദ വേരിയബിൾ നെയിം ഇസ് എ, ബട്ട് ഹിയർ യു ഹാവ് ടു ഗിവ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ. ഓക്കെ, എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന വേരിയബിൾ നിങ്ങൾക്കറിയാം എ അല്ല നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. നിങ്ങളിവിടെ കൊടുക്കേണ്ടത് എന്താ ചോദിച്ചാൽ എയുടെ അഡ്രസ്. ഓക്കെ, സോ യു ഹാവ് ടു ഗിവ്, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഓവർ ഹിയർ അഡ്രസ് ഓഫ് വേരിയബിൾ എ. ഓക്കെ, സോ ക്യാൻ someone tell me how can I get the address of the variable a? നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഓപ്പറേറ്റർ പറഞ്ഞിരുന്നു. anyone remember? If you have a variable, then how can you get the address of that particular variable? Anyone remember? Yeah, so Aip and Shamil has given the correct answer. That is, we have to use a percentage symbol just before the variable name. Okay, so നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. സോ അഡ്രസ് ഓഫ് എ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആൻഡ് എ അല്ലെങ്കിൽ ആംപർസെന്റ് എന്ന് പറയും. ആംപർ, AMPERSAND, ആംപർസെന്റ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എ അഡ്രസ് ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആംപർസെന്റ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് എന്തല്ല, എ അല്ല കൊടുക്കേണ്ടത്, അഡ്രസ് ഓഫ് എ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് എ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അതുപോലെ എനിക്ക് ബി എന്ന് പറയുന്ന വേരിയബിളോട്ട് ഒരു വാല്യൂ റീഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ജസ്റ്റ് ടൈപ്പ് scanf. ഓക്കെ, then you write what kind of format specifier I should keep. Okay, ഇന്റീജർ ആയതുകൊണ്ട് നമ്മൾ %d യൂസ് ചെയ്തു. ഇവിടെ ഫ്ലോട്ട് വാല്യൂ ആയതുകൊണ്ട് %f ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിയുടെ അഡ്രസ് എന്താണോ ആ അഡ്രസ് ആയിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. ബിയുടെ അഡ്രസ് ഞാൻ എങ്ങനെ കൊടുക്കും? ഐ ഷുഡ് ഗിവ് %b. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഗിവിംഗ് us the address of the variable b. Okay, it will be giving me the address of the variable b. So address of the variable b, and we can get the address of the variable b just by using %b. ഇനി ഞാൻ ഈ പ്രോഗ്രാം, അപ്പം നമ്മൾ എയുടെ വാല്യൂ എന്താണോ ബിയുടെ വാല്യൂ എന്താണെന്നുള്ളത് ഒന്നും എന്ത് ചെയ്തില്ല, പ്രോഗ്രാമിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ല ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കും നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് റൺ ദിസ് പ്രോഗ്രാം ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, സോ ഐ എം റണ്ണിങ് ദിസ് പ്രോഗ്രാം. ഇറ്റ്സ് റണ്ണിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് ഒന്നും വരുന്നില്ല. കണ്ടോ ഔട്ട്പുട്ട്? ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഔട്ട്പുട്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണോ സ്കാനഫ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് അവിടെ നമ്മൾ പ്രോഗ്രാം ഒന്ന് പോസ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ATM മെഷീൻ എടുത്ത് പോയിട്ട് നിങ്ങൾ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ വെയിറ്റ് ചെയ്യുന്ന പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ us ടു എൻ്റർ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ എ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 100 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. ഓക്കെ, 100 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ വീണ്ടും അത് ഒന്നും ചെയ്യുന്നില്ല, വീണ്ടും അത് അവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വീണ്ടും അത് വെയിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ അനദർ വേരിയബിൾ. എന്ന് വെച്ചാൽ ഈ സ്കാനഫ് ആണ് അവിടെ റൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ us ടു എൻ്റർ ദ വാല്യൂ ഓഫ് f.
അല്ലെ സോറി എൻ്റെ ദ വാല്യൂ ഓഫ് ബി. അപ്പോൾ അവിടെ ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ 123.25 ഇങ്ങനൊരു വാല്യൂ ഞാൻ എൻ്റർ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ എൻ്റർ കീ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് എൻ്റെ പ്രോഗ്രാം ആ റീഡ് ചെയ്യുന്ന ആ ഒരു ടാസ്ക് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ, അത് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും? A = 100, B = 123.25 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തില്ല, നമ്മൾ പ്രോഗ്രാമിനകത്ത് ഒരിക്കലും നമ്മൾ നമ്പർ എന്തായില്ല, നമ്മൾ ഇന്റൻഷനലി പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു നമ്പർ നമ്മൾ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ആരെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത്, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ഫ്രം ദ യൂസർ. യൂസർ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തുന്ന എന്തത് അത് വാല്യൂ സ്വീകരിച്ചു. ഓക്കെ, അപ്പം അങ്ങനെ യൂസർക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? സ്കാനഫും പ്രിന്റ്എഫും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ദ ഐഡിയ ഇസ് ക്ലിയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾക്ക് ഈ സ്കാനഫിനകത്ത് %d എന്ന് മാത്രം എന്ത് ചെയ്ത്, അല്ലെങ്കിൽ %f എന്ന് മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ഈ കോമയ്ക്ക് ശേഷം ജസ്റ്റ് എയും ബിയും അല്ല എഴുതേണ്ടത്. എന്ത് ചെയ്യണം? ആംബർസെന്റ് ഇട്ട് അല്ലെങ്കിൽ ആൻഡ് സിമ്പിൾ ഇട്ടിട്ട് വേണം എയും ബിയും എഴുതാൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ. പലരും ഈ ആംബർസെന്റ് മിസ്സായി പോകും. സോ ദ പ്രോഗ്രാം വിൽ നോട്ട് വർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ %d എന്ന് കഴിഞ്ഞ് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് %f എന്ന് എൻ്റർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ %a, %b എന്ന് എഴുതിയാൽ മതി. അതിലൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്കാനഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഏതുപോലെ ഞാനിപ്പോൾ ഇവിടെ A = %n, ഞാൻ ഇതിനെ ഈ സെയിം സംഭവം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി, A, B ഇങ്ങനെ എഴുതിയാലും ഇറ്റ് വിൽ ജസ്റ്റ് വർക്ക് ആസ് ബിഫോർ. ഓക്കെ, നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ ഇതും വർക്ക് ചെയ്യും. So you have given %d, %f, %a, %b. A = %d, then B = %f, പ്രിന്റ്എഫിനകത്ത് A, B. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ഈ %d കഴിഞ്ഞ് %f സ്പേസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ കണ്ടിന്യൂസ്ലി റൈറ്റ് ദ തിങ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതി എങ്ങനെ റൺ ചെയ്ത് നോക്കാം. സോ ഐ എം റണ്ണിങ് ദ സെയിം, എക്സിക്യൂട്ടിംഗ് ദ സെയിം പ്രോഗ്രാം. സോ ഇറ്റ് ഈസ് അഗെയിൻ വെയിറ്റിംഗ് ഫോർ us to enter a value. സോ ഐ എം എൻ്ററിങ് എ വാല്യൂ. ഞാനിവിടെ 485 എൻ്റർ ചെയ്തായിരുന്നു. ഈ 485 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങോട്ട് പോകണം? എയിലോട്ട് പോകണം. അപ്പോൾ ഏത് വരെയാണ് നിങ്ങൾ വേരിയബിൾ തീരുമാനിക്കാൻ നിങ്ങൾ എപ്പോഴാണോ എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് ആ മൊമെന്റിൽ വെച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ നമ്പർ അവിടെ ഫിനിഷ് ചെയ്യും. അപ്പോൾ 485 ഞാൻ അടിച്ചു. സോ ഐ എം എൻ്ററിങ് ദ എൻ്റർ കീ. അപ്പോൾ ആ വാല്യൂ എങ്ങോട്ട് പോയി? വേരിയബിൾ എയിലോട്ട് പോയി. Then I am entering the next number, let's say 15.875. Okay, 15.875 enter. Now I am entering the enter key. So you can see that the value of A has been printed, B has been printed. So it is 15.875. Okay. അപ്പോൾ ഇത്രയാണ് സ്കാനഫിലുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. Can you just comment yes or no if you have understood it? Yes, just yes or no. Or do I want to repeat? Yes. Okay, so do you want me to repeat it 1 time, 2 time? Okay, everyone is giving me yes. So I hope it is clear. So as I said, you have to understand these two things. The first one is you have to give the ampersand sign over here, and you have to specify the format specifier. Okay, ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടർ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. It will be giving us unexpected result, or the program will not work the way we intended. Okay, so I think there is no second opinion, which okay, so everyone is okay with this, so it is okay. So let me switch back to the notebook. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. My intention is not to make you score better in the university exam. My intention is to equip you to write the program whenever you need it. പറയാം സാർ നമ്മള് അത് അടിച്ച് കഴിഞ്ഞിട്ട് സാറ് ഹാഷ്ടാഗ് അഡ്രസ് എഴുതിയില്ലേ, അത് എഴുതണം. അതിപ്പോ ലാസ്റ്റ് എഴുതി നമ്മൾ ഒരുമിച്ച് എഴുതിയപ്പോൾ അഡ്രസ് ഓഫ് എ മാത്രമല്ലേ എഴുതിയുള്ളൂ, എയും ബിയും എഴുതണോ? Okay, let me go back to the Chrome tab again. Okay, question ഒന്നുകൂടെ പറഞ്ഞു. സാർ ഇപ്പൊ ഇതില് നമ്മള് സ്കാനഫില് ലാസ്റ്റ് അഡ്രസ് ഓഫ് വേരിയബിൾ എ = ആംപർസാൻഡ് കൊടുത്തുല്ലോ, ഒരുമിച്ചല്ലേ എയും ബിയും ചെയ്യുമ്പോ മറ്റേ വേരിയബിൾ ബി = ആംപർസാൻഡ് ബിയും എഴുതണോന്ന് ചോദിച്ചേ. നേരത്തെ സെപ്പറേറ്റ് എഴുതിയപ്പോൾ അങ്ങനെ എഴുതിയല്ലോ.
നേരത്തെ സെപ്പറേറ്റ് എഴുതിയപ്പോൾ ഞാൻ സ്കാനഫിന്റെ കാര്യമാണ് പ്രിന്റഫിന്റെ കാര്യം പറയുന്നത്. അല്ല സ്കാനഫില്. ഓക്കെ ഓക്കെ ഓക്കെ. ഇയാൾ ചോദിക്കുന്നത് സ്കാനഫിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് പ്രിന്റഫിൽ ഇങ്ങനെ എഴുതണം എന്നാണോ? അല്ല സാർ, സ്കാനഫില് അഡ്രസ് ഓഫ് വേരിയബിൾ എയുടെ മാത്രല്ലേ എഴുതിയേക്കണത്? അല്ല, ബി എഴുതിയിട്ടുണ്ട് ഞാനിവിടെ. അല്ല അതല്ല, അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കണത്. അഡ്രസ് ഓഫ് വേരിയബിൾ എ ഈക്വൽ ടു അങ്ങനെ നമ്മൾ എഴുതണോന്ന് ചോദിച്ചത്. Okay, no. This is completely not required. Okay. Okay, sir. Okay. I'm coming to that topic today. Okay. Comments in programming. Okay. ഞാൻ ജസ്റ്റ് വേണിപ്പോൾ ഇയാൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇങ്ങനെ 2 സ്ലാഷ് ഇട്ടിട്ട് എന്ത് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, പ്രോഗ്രാം അതെടുക്കും. ഓക്കെ. കാരണം ഇതെന്തെയില്ല, ഈ ലൈൻ കമ്പൈൽ ചെയ്യില്ല, അതിനെ കമന്റ് എന്നാ പറയാം. ഓക്കെ, ഞാൻ അത് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാനിവിടെ നേരത്തെ ഇങ്ങനെ സംഭവം എഴുതി വെച്ചിരുന്നു, ഇറ്റ് ഇസ് റിക്വയർഡ് ഓൾ ദ ടൈം. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. കാരണം ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം ഇവിടെ എഴുതിയാണ്. അപ്പോൾ അത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 സ്ലാഷ് ഇട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിൽ എന്തും എഴുതി വെക്കാം. നിങ്ങളുടെ പേരോ നിങ്ങളുടെ മെയിൽവിലാസോ ഒരു പാട്ടോ വേണം, എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം. ഇഫ് യു കമ്പൈൽ ഇറ്റ്, ഇറ്റ് വിൽ സിംപ്ലി വർക്ക് ജസ്റ്റ് ഫൈൻ. ഓക്കെ, താങ്ക്സ് ഫോർ ആസ്കിങ്. ഐ ഡിഡ്ന്റ് നിങ്ങൾ അങ്ങനെ മനസ്സിലാകുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, താങ്ക്സ് ഫോർ ആസ്കിങ്. അപ്പോൾ എനിക്ക് ഇതൊരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഞാൻ ഈ സ്ലാഷ് ഇല്ലാത്തത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗിവ് മീ എറർ. കമ്പൈലേഷൻ അവിടെ തന്നെ സ്റ്റോപ്പ്. ഇതെന്താ സംഭവം എന്നുള്ളത്, അൺനോൺ ടൈപ്പ് നെയിം, ഇതെന്താ സംഭവം എന്നുള്ള പ്രോഗ്രാമിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് 2 സ്ലാഷസ് ദെൻ യു റൈറ്റ്. ഓക്കെ, നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയാണ്, അല്ല സ്കാനഫ് വരുന്ന സമയത്ത് അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ ആസ്കിങ്. ഓക്കെ, സോ run this program. Stop. So this is what the idea of scanf is actually working. Okay, ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ എന്താണെന്നുള്ളത് ജസ്റ്റ് എഴുതി ഒന്ന് വായിച്ചു പറയാം. Formatted input refers to an input data that has been arranged in a particular format. Okay, ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാം. In C, reading of formatted data can be done with the help of scanf function. അപ്പോൾ നമ്മൾ സിയിൽ എന്തെങ്കിലും സംഭവം ഇങ്ങനെ എഴുതിയിട്ട് ഒരു 2 ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അതിനോട്ട് വരാം. നമ്മൾ പ്രിന്റ്എഫ് എന്ന് എഴുതിയിട്ട് പ്രിന്റ്എഫ് എന്ന് എഴുതി 2 ബ്രാക്കറ്റ്, അപ്പോൾ അതിന് നമ്മൾ പ്രിന്റ്എഫ് ഫംഗ്ഷൻ എന്ന് പറയാം. സ്കാനഫ് എന്ന് എഴുതിയിട്ട് 2 ബ്രാക്കറ്റ് ഇട്ടാൽ സ്കാനഫ് ഫംഗ്ഷൻ എന്ന് പറയാം. നിങ്ങൾ മെയിൻ എന്ന് എഴുതിയിട്ട് ഇതുപോലെ 2 ബ്രാക്കറ്റ് ഇട്ടാൽ അതിന് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് എന്ന് എഴുതിയാൽ അതിന് ഫംഗ്ഷൻ എന്ന് പറയാം. നേരെ മറിച്ച് നമ്മൾ ഇന്നലെ കണ്ട സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ, അതായത് ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ ഒരിക്കലും ഫംഗ്ഷൻ എന്ന് പറയില്ല. ഇറ്റ് ഈസ് ടൈപ്പ് കാസ്റ്റിംഗ് or explicit type conversion. Okay, so in C, reading of formatted data can be done with the help of scanf function. In general, the general form of scanf function is scanf, then you write this control string, then you write the argument. So control string എന്ന് പറയുന്നത് നിങ്ങൾ %d %f ഉള്ള ഒരു സ്ട്രിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ argument 1 argument 2 എന്ന് പറഞ്ഞാൽ ഓരോ വേരിയബിളിന്റെ അഡ്രസ്. ഓക്കെ, the control string specifies the format in which data to be entered, and the arguments arg1, arg2, etc. argn specifies the address of locations where the data is stored. Then നമ്മുടെ സാധാരണ മെമ്മറി അനോളജി നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ മെമ്മറിയുടെ ഫിഗർ സാധാരണ വരയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു മെമ്മറിക്ക് എന്തുണ്ടാവും, ഒരു വേരിയബിളിന് നമുക്കൊരു പേരും ഉണ്ടാവും, അതുപോലെ ഒരു അഡ്രസ് ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടുത്തെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 3000 ആയിരിക്കും. അപ്പോൾ ഈ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കേണ്ടത്, ഈ എ എന്നല്ല കൊടുക്കേണ്ടത്, ഈ ആർഗ്യുമെന്റ് ഇല്ലെങ്കിൽ ഈ 3000 ആയിരിക്കും കൊടുക്കുന്നത്. ആ 3000 നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് ഇവിടെ എന്ത് നമ്പറാണ് നമുക്ക് അറിയില്ല. സോ ഇൻ ദ പ്രോഗ്രാം യു ജസ്റ്റ് പുട്ട് ആംപർസൻഡ്, ഇറ്റ് വിൽ ടേക്ക് ദ അഡ്രസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ദ പ്രോഗ്രാം ഇസ് വർക്കിംഗ്. ഓക്കെ, ഓർ ദ സ്കാനഫ് ഫംഗ്ഷൻ ഇസ് വർക്കിംഗ്. Right, so that is it. Okay, now let me take your attention to another program, then I will discuss a few other things. I think the command is a symbolic constant comments. Okay, so I think I will discuss the comments first. Okay, അപ്പോൾ നേരത്തെ ചോദിച്ചുകൊണ്ട് ഞാൻ അതിപ്പോൾ തന്നെ പറയാം. അത് I think this is the right time to discuss it. Okay, അപ്പോൾ കമന്റ്സ് എന്താ നോക്കാം. Okay, in computer programming, a comment is a programmer readable explanation or annotation in the source code. എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാമർക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയുന്നത്, കമന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the next point is commenting is very important when writing functions that other people will use. Okay, അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് 2 പേര് വിളിക്കാം, അജ്രൽ ആൻഡ് ഐശ്വര്യ.
അഡ്രൽ ഒരു പ്രോഗ്രാം എഴുതി, അല്ലെങ്കിൽ അഡ്രൽ ഒരു സംഭവം എഴുതി വെച്ചു. ഓക്കെ, എന്നിട്ട് ആ പ്രോഗ്രാം ഐശ്വര്യക്ക് അയച്ചു കൊടുത്തു വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഡ്രൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോഗ്രാം നോക്കി വായിച്ചെടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, പ്രോഗ്രാം നോക്കി വായിച്ചെടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. But if you have written some comments, that is, if you have written some explanation of what the program is actually doing, then it would be easy for Aishwarya to read it out and to understand. Okay, but just to example before that, let's see what are different ways of writing comments in C. Okay, അപ്പോൾ കമൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ പ്രോഗ്രാമിംഗ് എ കമൻറ്റ് ഇസ് എ പ്രോഗ്രാമർ റീഡബിൾ explanation or annotation in the source code. And commenting is very important when writing functions that other people will use. Okay. Then in C program, there are two different types of comments. Okay. The first one is a single line comment, and the second one is a multi-line comment. Okay. Single line comment എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാൻ വിചാരിക്കുക. Let's say int main, ഞാൻ ഇവിടെ തന്നെ എഴുതാം, hash include stdio.h. ഇവിടെ ഞാൻ എഴുതുന്നു int main, എന്നിട്ട് ഞാൻ ഇതിനകത്ത് എഴുതുന്നു int a അല്ലെങ്കിൽ int mark equal to 10. ഓക്കെ, int mark equal to 10 ഞാൻ എഴുതി. എന്നിട്ട് ഇവിടെ ഞാൻ എഴുതി വെക്കണം ഇത് എന്ത് മാർക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് മാർക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി വെക്കാം. എന്തിനത് എഴുതി വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളൊരു പ്രോഗ്രാം എഴുതിയിട്ട് ഒരു പക്ഷേ ഒരു 2 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം നിങ്ങൾ എഴുതിയ പ്രോഗ്രാം നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ എഴുതുക മാർക്ക് ഈസ് എ വേരിയബിൾ that stores the mark a student got in a subject. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലിറ്ററലി ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെച്ചാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം അവിടെ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനെന്ത് കംപ്ലീറ്റ് ആയിട്ട് അത് നെഗ്ലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്നില്ല. ഇത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പോൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഈ സംഭവം അത് കൺസിഡർ ചെയ്യില്ല. സോ ഇറ്റ് വിൽ ബി ഇഗ്നോറിംഗ് ദിസ് ലൈൻ, ദെൻ ഇറ്റ് വിൽ കമ്പൈൽ ആൻഡ് എക്സിക്യൂട്ട് എവറിത്തിങ് എൽസ്. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കുന്നത് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ലൈൻ കമന്റ് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ, സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് you can just put a / over here. So everything that is written after this would be ignored by the program. Okay, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു മൾട്ടി ലൈൻ കമന്റ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതി വെക്കാം. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് something like this program is written by some name, just like Atul, for finding the maximum, something like maximum value of 3 numbers entered by the user. ഒരു സംഭവം ഞാൻ എഴുതി വെക്കാൻ യൂസർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ പ്രോഗ്രാം ഒന്ന് ഒഴിവാക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾ പാസേജ് തുടങ്ങുന്നത് അവിടെ പോയിട്ട് ഒരു /* ഇട്ട് കൊടുക്കുക. എവിടെയാണോ നിങ്ങൾ പാസേജ് അവസാനിക്കുന്ന അവിടെ ഒരു */ ഇട്ട് കൊടുക്കുക. /* then */. ഓക്കെ, / ആണ് കേട്ടോ, / ആണ്, \/ ആണ്. \/ നമ്മൾ യൂസ് ചെയ്ത് എവിടെയായിരുന്നു, നമ്മൾ നമ്മുടെ എസ്കേപ്പ് സീക്വൻസിലാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, എൻ്റെ പ്രോഗ്രാമിൽ നിന്നും അത് ഒമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ എഴുതി എന്താണെന്ന് പറയാം. ഓക്കെ, സോ എ സിംഗിൾ ലൈൻ കമന്റ് വിച്ച് യൂസസ് എ // ഡെഡിക്കേറ്റഡ് ടു കമന്റ് എ സിംഗിൾ ലൈൻ. കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രോഗ്രാമിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 2 // ഇട്ട് കൊടുത്താൽ മതി. ദെൻ മൾട്ടി ലൈൻ കമന്റ് ഈസ് എ കമന്റ് ദാറ്റ് multi-line comment is a comment that start with a /*. Asterisk എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർ സിമ്പിൾ. ഓക്കെ, and finishes with an */, that is this one and a /. And you can place it anywhere in your code on the same line or several lines. ഓക്കെ, ഒരുപാട് ലൈനിൽ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ തുടക്കത്തിലും അവസാനത്തിലും ഇങ്ങനെ ഈ /* അതുപോലെ */ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലൈൻ തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ,
ആ ഒരു സെക്ഷൻ ഓഫ് പ്രോഗ്രാം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പ്രോഗ്രാമിൽ നിന്ന് അത് ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. എ വിൻഡോ ടാബ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതാണ്, ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ് // ഓക്കെ, എ is an integer variable. ഇങ്ങനെ എഴുതി വെച്ചു. ഞാൻ ഇവിടെ എഴുതാണ് // b is an floating point variable. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത് അതേപോലത്തെ ഔട്ട്പുട്ട് ഇപ്പോഴും കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഓക്കെ, ഞാനിപ്പോൾ വേറെ ഒരുപാട് ലൈൻസ് ഓഫ് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനൊരു സെയിം സംഭവം ഒരു എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ഇട്ടതാണ്. നിങ്ങൾ ഒരുപാട് പ്രോഗ്രാം 1 by 1 ആയിട്ട് ഇവിടെ എഴുതി വിചാരിക്കാം. നിങ്ങൾ ഒരുപാട് പ്രോഗ്രാം ഇവിടെ 1 by 1 ആയിട്ട് എഴുതി വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ ലൈൻസ് ഓഫ് പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് സെയിം കോപ്പി പേസ്റ്റ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരെണ്ണം മാത്രം നമുക്ക് മതി. ഈ താഴെയുള്ള പ്രോഗ്രാം തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ തുടക്കത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ഒരു /* ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രോഗ്രാമിൽ ഈ ഒരു എഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കളർ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. എവിടെയാണോ അത് തീരുന്നത് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു */ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റിട്ടേണിൻ്റെ കളർ വീണ്ടും തിരിച്ച് മാറി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് സെക്ഷൻ ഓഫ് പ്രോഗ്രാം എന്ത് ചെയ്യും, അത് എൻ്റെ പ്രോഗ്രാമിൽ നിന്നും ഇഗ്നോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയാം. ഇങ്ങനെ എഴുതുന്നത് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് സിംഗിൾ ലൈൻ കമന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ എഴുതാൻ പറ്റും. ലെറ്റ്സ് സേ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് കേസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു scanf എനിക്ക് മാറ്റണമെന്ന് വിചാരിക്കും. അപ്പോൾ ആ scanfന്റെ തുടക്കത്തിൽ പോയിട്ട് ഇങ്ങനെ എഴുതാം, നോ ഇഷ്യൂ. നിങ്ങളൊരു */ ഇട്ട് കൊടുക്കുക, ഇവിടെ പോയിട്ട് ഒരു */ കൊടുക്കുക, /* ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കമന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ നല്ലൊരു പ്രോഗ്രാം ആണെങ്കിൽ അതിൽ മാക്സിമം എത്രത്തോളം കമന്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കമന്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നിങ്ങളിപ്പോൾ ഇന്നൊരു പ്രോഗ്രാം എഴുതി, ഒരു 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല ആ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് എഴുതി, എപ്പോഴാണ് എഴുതി, ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ എന്തിന് യൂസ് ചെയ്തു, ഒരു ഇക്വേഷൻ എന്തിന് യൂസ് ചെയ്തു, ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അതിനേക്കാളും കഷ്ടമാണ് നിങ്ങൾ എഴുതിയൊരു പ്രോഗ്രാം നിങ്ങൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത്. അതായത് സാധാരണ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു പ്രോഗ്രാം എഴുതും, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് വേറൊരാളേക്കും ആ ടീമിലോട്ട് വരും. എന്നിട്ട് അയാൾ ഈ പ്രോഗ്രാം തുറന്നു നോക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവില്ല. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ടു സിറ്റ് മേ ബി ഫോർ ഫ്യൂ ഡേയ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പ്രോഗ്രാം ഇസ് ഡൂയിങ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് മീനിങ്ഫുൾ കമന്റ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആരാണ് പ്രോഗ്രാം എഴുതുന്നത്, ഇല്ലെങ്കിൽ എന്താണ് പർപ്പസ് ഒക്കെ നമ്മൾ എഴുതി വെക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എഴുതിന് ഒരു // ഇട്ടിട്ട് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദ ലൈൻ. പിന്നെ നിങ്ങളുടെ എഡിറ്ററിൽ നിന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഈ ദിസ് ഇസ് ജസ്റ്റ് ഫോർ ഗിവിങ് സം കൈൻഡ് ഓഫ് എ ബ്യൂട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ എഴുതി, എന്നിട്ട് ഞാനിപ്പോൾ അവസാനം പോയിട്ട് ഇവിടെ ഒരു */ ഇട്ടുണ്ടായിരിക്കാം, */. ഓക്കെ, അപ്പോൾ ഈ ഒരു */ ഈ ഒരു /*നും ഈ ഒരു */ ഇടയിൽ നിങ്ങൾ എന്ത് എഴുതിയാലും എവറിത്തിങ് വിൽ ബി ഒമിറ്റഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും എഴുതി വെക്കാം, ജസ്റ്റ് റിഗാർഡിങ് വാട്ട് എവർ ദ പ്രോഗ്രാം ഇസ് ഡൂയിങ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കമന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നിങ്ങളുടെ മാക്സിമം പ്രോഗ്രാമിൽ എത്രത്തോളം നിങ്ങൾ കമന്റ്സ് എഴുതുന്നുണ്ടോ അത് അത്രയും ബെറ്റർ ഫോർ യു ആൻഡ് അതേഴ്സ്. ഓക്കെ, സാധാരണ വേറൊരു ടേം പറയാം, ഡോക്യുമെന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് നിങ്ങൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പ്രോഗ്രാമിംഗ് സെൻസ് ഇറ്റ് ഇസ് ജസ്റ്റ് കമന്റിങ് പ്രോഗ്രാമിനകത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സം ഡോക്യുമെന്റ് വിത്ത് സം അതർ എക്സ്പ്ലനേഷൻ ഔട്ട് ഓഫ് പ്രോഗ്രാം. ഓക്കെ,
program commenting it is just giving us some information regarding the program for the user to read and understand. Okay. All right. So that is the idea of commenting. Okay. I just to a program you just try to understand. Okay. Suppose that I'm writing here int, but not int, float radius. I program float radius, comma area, comma perimeter. Okay. Moon variable declare the radius, area, perimeter. Okay. Then I am writing printf. Enter the radius. Enter the radius. Scanf. Okay. And the scanf percentage f, comma radius. ഈ രണ്ട് ലൈൻ എന്ത് ചെയ്യുന്നു പറഞ്ഞേ, ഈ രണ്ട് ലൈൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. ജസ്റ്റ് ഫോർ ദിസ് പ്രിന്റ് ഓഫ് ആൻഡ് സ്കാനർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ജസ്റ്റ് എന്ന് പറഞ്ഞു. ജസ്റ്റ് give you an opportunity. Aishwarya, are you there? Aishwarya? Yes, sir. Okay. എന്ത് ഈ പ്രിന്റ് ഓഫ് സ്കാൻ ഓഫ് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. Printf radius print ചെയ്യും. Print of ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞേ. Enter the radius print ചെയ്ത് വരും. Enter the radius പ്രിന്റ് ചെയ്ത് വരും. ഗുഡ്. എന്നിട്ട് എന്ത് സംഭവിക്കും? സ്കാനഫ് എന്താ ചെയ്യാ? ഒരു ആൻഡ് ഉണ്ട്. സ്കാനഫ് എന്ത് ചെയ്യും? ഓക്കെ. എൻ്റർ ദ റേഡിയസ് എന്ന് പ്രിന്റ് ചെയ്ത് വരും. അതിനുശേഷം എൻ്റെ പ്രോഗ്രാം അവിടെ സ്റ്റക്കായി നിൽക്കും. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർസർ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാം എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യണം എന്നാണ് പ്രോഗ്രാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ. സോ ഐ എം റണ്ണിങ് ദിസ് പ്രോഗ്രാം. അപ്പോൾ നേരത്തെ ഐശ്വര്യ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഷോയിങ് എൻ്റർ ദ റേഡിയസ് എന്ന് പ്രിന്റ് ചെയ്ത് വന്നു. സോ ദാറ്റ് ഈസ് ഡൺ ബൈ ദിസ് പ്രിന്റ് ഓഫ്. അത് ചെയ്ത ഉടനെ പിന്നെ സംഭവിക്കുന്നത് എന്താണ്, ഈ സ്കാനഫ് എന്താണോ എന്തിനാണോ എഴുതിയത് അതായിരിക്കും സംഭവിക്കുന്നത്. സ്കാനഫ് എന്താ ചെയ്യുക, നമ്മളുടെ കൾച്ചർ അവിടെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. എനിക്കൊരു വാല്യൂ എൻ്റർ ചെയ്യാം. ഓക്കെ. സോ ഐ എം എൻ്ററിങ് ദ വാല്യൂ 2.5. ഓക്കെ. അപ്പോൾ 2.5 എന്ന് പറയുന്ന വാല്യൂ എൻ്റർ ചെയ്തു. ആ 2.5 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ട് പോകും, ഈ റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പോകും. അത്ര മാത്രം ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ. സോ ഐ എം എൻ്ററിങ് എൻ്റർ. സോ ദ പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ്. ഓക്കെ. ഇനി അത് ക്ലിയർ ആണോ ഐശ്വര്യ? ഇസ് ദാറ്റ് ഓക്കെ? യു അണ്ടർസ്റ്റാൻഡ്? Yes, sir. Okay. Now what I'm trying to do is I have written a variable called area. Okay. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളിന്റെ ഏരിയ കാണും. ഓക്കെ. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ ഒന്ന് കമന്റ് ചെയ്തേ. ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ. pi r square. Okay. Pi r square. Area of a circle is pi r square. അപ്പോൾ എനിക്ക് പൈ എന്ന് പറയുന്ന ഒരു നമ്പർ വേണം. പൈയുടെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടാനില്ല. സോ ഐ എം ജസ്റ്റ് എൻട്രിങ് ദ കറക്റ്റ് വാല്യൂ. സോ പൈ ഇസ് 3.1415. ഓക്കെ. 3.14 ഓൺലി. ദാറ്റ് ഈസ് പൈ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ആർ. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, റേഡിയസ് ആണ്. കാരണം റേഡിയസിലാണ് വാല്യൂ. നമുക്ക് ജസ്റ്റ് ആർ എന്ന് എഴുതാൻ പറ്റില്ല. ഐ ഹാവ് യൂസ്ഡ് എ വേരിയബിൾ റേഡിയസ്. സോ ദാറ്റ് ഈസ് ഏരിയ. Now perimeter. Perimeter എന്ന് പറഞ്ഞാൽ circumference. Okay. Perimeter എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നില്ല, it is 2 pi r. Okay. So 2 into 3.1415. Okay. Into radius. Okay. Perimeter is 2 into 3.1415 into radius. Okay. അപ്പോൾ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ, you just look at this one. I'm typing printf. Okay. Area equal to percentage f, area equal to percentage f slash n. You know what is slash n? Then perimeter equal to percentage f. You know what is the meaning of percentage f?
Then I'm writing, after writing the comma, area, comma, perimeter. Yeah. ഇനി ഒരാൾക്ക് ഈ പ്രോഗ്രാം എന്താ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് മീ കോൾ someone. Okay. Abhinav Raj, are you there? Abhinav? So, Yeah. Abhinav, ഈ പ്രോഗ്രാം മൊത്തത്തിൽ എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിന്റെ വർക്കിംഗ് എങ്ങനെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ആദ്യം റേഡിയസ് എൻട്രി. Radius entry, good. Okay, that's correct. Then പിന്നെ റേഡിയസ് ബാക്കി പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. Then അത് കഴിഞ്ഞ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും, റേഡിയസ് ചെയ്യില്ലേ? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും റേഡിയസ് വെച്ചിട്ട്. ഓക്കെ, then ആ ഏരിയ പ്രിന്റ് ചെയ്യും. ഏരിയ പ്രിന്റ് ചെയ്യും. ഗുഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലധികം ഒന്നും ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, റേഡിയസ്, ഏരിയ, പെരിമീറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വേരിയബിൾ വേണം, അല്ലാതെ നമുക്ക് എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റർ ദ റേഡിയസ് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ആ സമയത്ത് നമ്മൾ റേഡിയസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, പെരിമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഏരിയ ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ്, പെരിമീറ്റർ ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് അത് നിങ്ങളുടെ എക്സിക്യൂട്ടബിൾ ഫയൽ ഉണ്ടാക്കുന്നത് വിൻഡോസിലൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പലയിടത്തും പല സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഐ കുഡ് ഹാവ് ഷോൺ യു. ഓക്കെ, അത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ഷോയിങ് അപ്പ് യുവർ വിൻഡോ. ഇൻ ദാറ്റ് ഇറ്റ് വിൽ ഷോ അപ്പ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ് വിൽ ജസ്റ്റ് ഷോ യു എൻ്റർ ദ റേഡിയസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ ഈ പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് പ്രോഗ്രാം വേണമെന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റർ മതി. ബട്ട് ആസ് യുവർ ഫസ്റ്റ് പ്രോഗ്രാം യു ക്യാൻ advertise it something like that. Okay, so enter the radius. So I'm entering the radius 1. Okay, so you can see the area is pi and perimeter is 2 pi. Okay, then if you want to, if someone else has to find the area of another circle, let's say he has the radius of 106. Okay, 106, then he can find the area and he can find the perimeter. Okay, the area is so much and so much and the perimeter is so much and so much. Okay, അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു യൂസ്ഫുൾനെസ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ ഹാവ് ടു റീഡ് സം ഡാറ്റ ഫ്രം ദ യൂസർ. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാനഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കാനഫ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്കാനഫ് ഒരു ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ലെറ്റ്സ് സേ സംതിങ് ലൈക്ക് 87 സം അതർ വാല്യൂ. ഇനി വീണ്ടും ഞാൻ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ആ പ്രോഗ്രാം എനിക്ക് എന്ത് തരുന്നു, അതിൻ്റെ ഏരിയ തരുന്നു, പെരിമീറ്റർ തരുന്നു. ദിസ് ഇസ് എ സിമ്പിൾ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ എഴുതാൻ കാരണം നമ്മൾ പ്രിൻ്റഫും സ്കാനഫും നമ്മൾ കമ്പൈൻ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന പല പ്രോഗ്രാമിലും ഈ പ്രിൻ്റഫ് സ്കാനഫ് കോമ്പിനേഷൻ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതാം. സംതിങ് ലൈക്ക് ഇങ്ങനെ തുടങ്ങാം. സംതിങ് ലൈക്ക് I think this is a proper way. Okay, ഇങ്ങനെ എഴുതി താഴെ എഴുതുന്നു, this is a program written by someone, let's say Atul, to find the area and perimeter of a circle by taking the radius as the input. Okay, ഇങ്ങനെ എഴുതിയ ശേഷം നിങ്ങൾക്ക് കമന്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർ സ്ലാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കമന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ലെറ്റ്സ് യൂസ് സം അതർ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോൺസ്റ്റന്റ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, 3.1415 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി ഇമാജിൻ ദാറ്റ് ഓക്കെ, ഇമാജിൻ ദാറ്റ് നിങ്ങൾക്ക് പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3.1415926. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ ഒരു
വിചാരിക്കണം ഈ പൈയുടെ വാല്യൂ ഞാൻ ഇത്ര എടുത്താൽ പോരാ. സപ്പോസ് ദാറ്റ് എനിക്ക് പൈയുടെ വാല്യൂ 3.1415926 എന്ന് കൂടി എടുക്കുന്നു വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഈ പൈയുടെ വാല്യൂ ഒരു 100 തവണ എഴുതിയിട്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രോഗ്രാമിലെ കാൽക്കുലേഷനിൽ നിങ്ങൾ ഈ പൈ എന്ന് പറയുന്ന 3.1415 എന്ന് പറയുന്ന വാല്യൂ ഒരു 100 ഡിഫറെൻറ്റ് പ്ലേസസിൽ എഴുതിയിട്ടെന്ന് വിചാരിക്കും. സപ്പോസ് ദാറ്റ് യു വിഷ് ടു ചേഞ്ച് ദ വാല്യൂ 3.1415 ടു 3.1415926. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഓരോ സ്ഥലത്തും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഇത് മാറ്റേണ്ടി വരും. സോ ഇവിടെ ഞാൻ എന്താക്കി 3.1415926 മാറ്റി. ഇനി ബാക്കി വരുന്ന 98 പ്ലേസസിൽ നിങ്ങൾ ഈ 3.1415126 നിങ്ങൾ മാറ്റേണ്ടി വരും. അത് ഒഴിവാക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിനൊരു വാല്യൂ കൊടുക്കാം 3.1415926 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എവിടെയൊക്കെ ഈ 3.9296 അല്ലെങ്കിൽ 3.1415926 എന്ന് കാണുന്ന അവിടെ ജസ്റ്റ് ആ നമ്പർ എഴുതുന്ന പകരം എന്ത് ചെയ്താൽ മതി? പൈ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ പൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് the program will work just fine. ഒരു ഇഷ്യൂ ഇല്ലാതെ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ഒരു നൊട്ടേഷനിൽ ഒരു ചെറിയൊരു ഇഷ്യൂ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോൺസ്റ്റന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ എക്സ്ട്രാ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു എവിടെയൊക്കെ പൈ കാണുന്നു അത് അവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ 3.141415926 നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് സിംബോളിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഐ നോ ഇറ്റ് ഇസ് 11 o'clock. I'll just stop it within 2 minutes. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3.1415 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഞാൻ 3.1415 എന്നായിരിക്കും 3.1415. ഓക്കെ, ഇങ്ങനെ എഴുതിയ സംഭവത്തിന് പകരം ഞാൻ മുകളിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു #define. പുതിയൊരു സംഭവമാണ് #define. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊരു നമ്പറിനാണോ ഒരു പേര് കൊടുക്കുക ആ പേര് ഇവിടെ കൊടുക്കുക. സോ പൈ PI. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? 3.1415 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എവിടെയൊക്കെ നിങ്ങൾ നമ്പർ കാണുന്നോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? PI അല്ലെങ്കിൽ പൈ എന്ന് പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് 2π PI. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിൽ എവിടെയൊക്കെ പൈ എന്ന് കണ്ടോ അതെല്ലാം എന്തുമായിട്ട് റീപ്ലേസ് ചെയ്യും? 3.1415 ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ഡു നോട്ട് ഹാവ് ടു ഡിക്ലെയർ ആൻ എക്സ്ട്രാ വേരിയബിൾ വിച്ച് വിൽ ബി കൺസ്യൂമിങ് മെമ്മറി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മെമ്മറി കൺസ്യൂം ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ യു ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദിസ്. അഗൈൻ ഐ എം യൂസിങ് കമാൻഡ്. ദിസ് ഈസ് കോൾഡ് എ സിംബോളിക് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ എവിടെയെല്ലാം പൈ എന്ന് വരുന്ന കാണുന്നോ അതെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പൈ എന്ന് പറയുന്ന വാല്യൂവിനെ മൊത്തത്തിൽ പ്രോഗ്രാം എന്താക്കി മാറ്റും? എവിടെയെല്ലാം പൈ കാണുന്നോ അത് കംപ്ലീറ്റ് ഒരു ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഫംഗ്ഷൻ പോലെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ? കമ്പൈൽ ചെയ്യുള്ളൂ. Okay, so this is an advantage of using the symbolic constant. Okay, so I hope